മഹാനടനായ ടി കെയും സംവിധായകനായ മഹാദേവനും തമ്മിലുള്ള ഈഗോ ഇഷ്യൂസ് കൊണ്ട് സാന്ത എന്ന പടം നിന്നുപോകുന്നു. നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ടി കെ എമ്മിനെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ചത് മഹാദേവനാണ്. എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതിൽ പിന്നെ അവർ രണ്ടുപേരും മിണ്ടാതായി. വർഷങ്ങൾക്ക് ശേഷം സ്റ്റുഡിയോ ഓണറായ മാർട്ടിൻ വീണ്ടും ആ പടം പുനരാരംഭിക്കണമെന്ന് മഹാദേവനോട് പറയുന്നു. ടി കെ എം തന്നെ നായകനായി വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോൾ മഹാദേവനും ടി കെ എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുകയായിരുന്നു. സീൻ മാറ്റണം, സ്ക്രിപ്റ്റ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ടി കെ എം വലിയ സീൻ ഉണ്ടാക്കുമായിരുന്നു. സിനിമയുടെ പേര് സാന്ത എന്ന് മാറ്റി കാന്ത എന്നാക്കണമെന്നും ടി കെ എം പറഞ്ഞിരുന്നു. അതിലെ നായികയായി വന്നത് കുമാരി എന്ന പെൺകുട്ടിയാണ്. നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന അവരുടെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവളെ കൊണ്ടുവന്നതും മഹാദേവനായിരുന്നു. ആദ്യം ടി കെ എമ്മിനോട് അവൾക്ക് ദേഷ്യമായിരുന്നു. മഹാദേവൻ പറയുന്നതല്ലാതെ മറ്റൊന്നും അവൾ ചെയ്തിരുന്നില്ല. പിന്നീട് ടി കെ എമ്മും കുമാരിയും തമ്മിൽ അടുപ്പത്തിലാവുന്നുണ്ട്. മഹാദേവനും ടി കെ എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കുമാരി ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. കുമാരി ഗർഭിണിയാവുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിലും കുമാരിയെ കല്യാണം കഴിക്കാമെന്ന് ടി കെ എം വാക്കു കൊടുക്കുന്നു. അന്ന് രാത്രി കുമാരി വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. എല്ലാവരും മഹാദേവനെയാണ് സംശയിക്കുന്നത്. ആ സിനിമാ സെറ്റിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നും കണ്ടെത്താനാവുന്നില്ല. സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ടി കെ എം തന്നെയാണ് അവളെ കൊല്ലുന്നത്. മഹാദേവനുമായി ചേർന്ന് കുമാരി തന്നെ പറ്റിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ടി കെ എം അവളെ കൊല്ലുന്നത്. ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നുവെന്നും കുമാരി ടി കെ എമ്മിനെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചതെന്നും മഹാദേവൻ പറയുന്നുണ്ട്. പിന്നീട് ടി കെ എമ്മിനെ രക്ഷിക്കാനായി മഹാദേവൻ തന്നെ കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. എന്നിട്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നുണ്ട്.